ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളോട് ഒരു ട്രേഡ് സജഷൻസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രേഡ് സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ഗ്രൂപ്പുണ്ട്, ഫ്രീ ഗ്രൂപ്പുണ്ട്, രണ്ട് ഗ്രൂപ്പും റൺ ചെയ്യുന്നുണ്ട്, കോഴ്സും ഉണ്ട്. അതിനങ്ങനെ അത്രയും ആൾക്കാരൊന്നും ജോയിൻ ഒന്നും ആയിട്ടില്ല. കുറച്ച് ആൾക്കാർ ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടാണ് കുറേ ആൾക്കാരൊന്നും ജോയിൻ ആയിരിക്കുന്നത്, അല്ലാണ്ട് ഒരു പ്രൊമോഷൻ ചെയ്തിട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുടെ കോഴ്സിലേക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സജഷൻസാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സജഷൻസ് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു മെത്തേഡാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഞാനിവിടെ ട്രേഡ് എടുത്ത് മറക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇതിങ്ങനെ ചെയ്താൽ വരെ എനിക്ക് റവന്യൂ ഉണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അതിനും മാത്രം ലോസ് വരുത്തിക്കാനുള്ള പരിപാടിയൊന്നും ചെയ്യണില്ലേ. മിനിമം റിക്കവർ ചെയ്യാനുള്ള ഓരോ ഓപ്പർച്യൂണിറ്റികൾ ഞാൻ തരും. അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് എല്ലാവരും കേൾക്കുക. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം, തുടക്കത്തിലത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടു പോകുന്ന ആൾക്കാരായിരിക്കും പലരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സജഷൻസ് മാത്രമാണ് ചെയ്യണുള്ളൂ. എൻ്റെ പേഴ്സണലി ഞാൻ ചെയ്യുന്നത് സജഷൻസ് മാത്രമാണ്. പക്ഷെ നമ്മൾ തരുന്ന ട്രേഡ് അത്രയും പക്കിയായിരിക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിലിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, മനസ്സിലായില്ലേ? പിന്നെ കണ്ടീഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇവരിലും നമ്മൾ ചെയ്യുന്ന സജഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പലരും അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു വരും. അപ്പോൾ അതിനൊക്കെയുള്ള റിപ്ലൈ ആണിത്. നിങ്ങൾക്ക് ആകെ എന്നെ വിലയിരുത്താൻ പറ്റുന്നത് ഞാൻ തരുന്ന ട്രേഡുകൾ കണ്ടിട്ടാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ വിലയിരുത്താൻ പറ്റില്ല, മനസ്സിലായില്ലേ? എന്നൊക്കെ നന്നായി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറവ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടേക്ക് നമുക്ക് സമീപിക്കാം, അവിടേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. എൻ്റെ പഠിക്കുന്ന ആൾക്കാർ അവർക്ക് മാക്സിമം സർവീസ് ഞാൻ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്, മനസ്സിലായില്ലേ? ഫ്രീ ആയിട്ട്. ആ ടാഗ് ലൈനൊന്നും മനസ്സിലാച്ചാൽ ഫ്രീ ആയിട്ട്. ഞാൻ അവിടെ കറക്റ്റായിട്ടൊരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട്, 9:15 to 10:30. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രേഡ് വന്നിരിക്കും, ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? അതിൽ എത്ര കോൾ വരും അത്രയും കോൾ വരും. ഓപ്പർച്യൂണിറ്റി ഉള്ള മാർക്കറ്റാണ്. നിഫ്റ്റി മാത്രമാണ് പറയണത് കേട്ടോ, നിഫ്റ്റി മാത്രമാണ് ഫ്രീയിൽ കൊടുക്കണത്. എന്നിട്ട് അതിൽ ഇഷ്ടംപോലെ ട്രേഡുകളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തേക്ക് പോകാം. ഇതാണ് നിഫ്റ്റി ലെവൽസ്. നിഫ്റ്റി 3 ദിവസമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിലാണ്. ഒരു സപ്പോർട്ടിലും റെസിസ്റ്റൻസിൻ്റെ ഇടയിലാണ്. ഞാൻ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇവിടെ കാണിക്കണ്ടല്ലോ, ഈ സംഭവം 3 ദിവസമായിട്ട് ഇതേ ലൈൻ തന്നെ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, മനസ്സിലായില്ലേ? 3 ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇത് നിങ്ങൾക്കും വരച്ച് പഠിക്കാവുന്നൊരു കാര്യം തന്നെ ഉള്ളൂ. ഇത് എക്സ്പീരിയൻസ് കിട്ടുന്ന സംഭവമാണ്, അല്ലാണ്ട് എനിക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. അത് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഇരിക്കണത്. അല്ലാണ്ട് എൻ്റെ കാര്യമല്ല സക്സസ് ഇരിക്കണത്. അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് പഠിച്ചു എന്ന് വെച്ചാൽ ഞാനല്ല നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തരണം, നിങ്ങൾ സ്വയമായിട്ട് ട്രേഡ് ചെയ്യണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് മാക്സിമം ഡെവലപ്പ് ചെയ്യണം ആ സംഭവത്തിന്. ഞാൻ തരണ എന്താണോ അറിവെന്ന് വെച്ചാൽ ആ അറിവിന് നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് വരാൻ പറ്റുള്ളൂ. ഓൾറെഡി പ്രോഫിറ്റിനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് വരുള്ളൂ, അത്രയുള്ള കാര്യം അവിടുത്തെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇത്രയും സ്ട്രൈക്കുള്ള നമുക്കൊന്ന് ട്രേഡ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. ബേസിക്കലി എന്ന് പറയാമെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് ആകെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നുള്ളൂ. ഒരു 10:15 കഴിഞ്ഞിട്ടൊക്കെയാണ് ആ ഓപ്പർച്യൂണിറ്റി വന്നത്. അത് കോസ്റ്റ് എക്സിറ്റ് അടിക്കേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് എക്സിറ്റ് അടിച്ചിട്ടില്ലെങ്കിലും നമുക്ക് പ്രോഫിറ്റിക്ക് പോകും. ഇന്ന് നല്ല മൂവ്മെൻ്റ് ഒന്നല്ല, ഒരു 10 പോയിൻ്റ് കിട്ടാനുള്ള ഒരു മൂവ്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടെന്നു. ഇത് 39.85 ഫ്രീ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ശ്രദ്ധിക്കുക. അത് നമുക്ക് ലാസ്റ്റ് വന്ന പ്രൈസാണ് 39.85 എന്ന പ്രൈസ്. അത് എക്സാക്റ്റ്ലി ഒരു 12 പോയിന്റ് പോയിട്ടുണ്ട്. എപ്പോഴാണോ കയറുന്നത് അപ്പോൾ 12 പോയിന്റ് പോയി, മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രൈസിൻ്റെ മുകളിൽ രാവിലെ കൊടുത്ത ലെവലാണ്, 10:30 കൊടുത്തിട്ടുള്ള ലെവലാണ് ഈ പറഞ്ഞ 39.85. അത് ആക്ടിവേഷൻ നടക്കുന്നത് നോക്കിക്കോട്ടോ 1:30 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ 1:30 കഴിഞ്ഞിട്ട് ആക്ടിവേഷൻ നടന്ന് നമുക്ക് പോയിന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. അത്രയുള്ള ചിന്തിക്കാനുള്ളത്. ഒരു മിസ്സായി പോയ ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല. അത് ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്തുള്ള ട്രേഡാണ്. ഇതാണ് ഫസ്റ്റ് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫ്രീ ഗ്രൂപ്പിൽ. അതൊരു 10 ക്യാൻഡിൽ കഴിഞ്ഞ് പ്രോഫിറ്റ് വരുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ വലിയ ട്രേഡ് വരുമ്പോൾ ചിലപ്പോൾ മിസ്സാക്കേണ്ടി വരും. അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ വലിയ ട്രേഡ് മിസ്സായത് തന്നെയാണ്. അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ 2 ലെവലുണ്ടായിരുന്നു, 64, 50, 69, 30 ഈ 2 ലെവലുണ്ടായിരുന്നു. മുകളിലത്തെ ഈ ലെവലൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ കൊടുക്കാത്ത ലെവലുകളാണ്. അത് നോക്കണ്ട. 91, 150 കൊടുക്കാത്ത ലെവലുകളൊക്കെയാണ്. ആകെ 2 ലെവലുണ്ടായിരുന്നു.
ഇപ്പോൾ 2 ലെവലിലും റെഡ് ക്യാനിൽ വന്നില്ലേ നമുക്ക് നോക്കിയിരിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ കാര്യം. ചാടിക്കറി എടുക്കുന്നവർക്ക് പ്രോഫിറ്റ് വരും, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ സെൻസസ് ആണ്. സെൻസസിൽ ഇത് SL ഒന്നും അല്ല കേട്ടോ, അത് ഓൾറെഡി ഞാൻ പണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പിലിടുന്ന കാര്യങ്ങൾ അത് ആ ലൈവിൽ നമ്മൾ പറഞ്ഞു പോണ സംഭവങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും 25-150C 25-150C പർട്ടിക്കുലർ കാര്യമില്ല. ഇതാണ് സെൻസസിൽ SLക്ക് കൊണ്ടുപോയ കാര്യം. നിഫ്റ്റിയുടെ ക്യാൻഡിൽ ക്ലോസ് അടിയിൽ കിട്ടിയോടുകൂടി സെൻസസ് പണിയൊന്നും അവിടെ സെൻസസ് കണ്ട ഈ ആക്ച്വൽ ക്യാൻഡിൽ ആ ക്യാൻഡിൽ തന്നെയാണ് കേഴ്സർ വന്നേക്കണത് 9:35 ക്യാൻഡിൽ. ആ ക്യാൻഡിൽ ക്ലോസ് മുകളിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ട്രേഡ് സെൻസസിൽ ആക്ടിവേറ്റ് ആയി, നിഫ്റ്റിയിൽ ആക്ടിവേറ്റ് ആയില്ല. അങ്ങനത്തെ ഒരു സിനാരി വരുമ്പോൾ പ്രശ്നമാണ്. നിഫ്റ്റിയാണ് മെയിൻ ഇൻഡെക്സ്. ആ ഇൻഡെക്സിൽ നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടക്കാണ്ട് അതുപോയി സെൻസസിൽ ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നിഫ്റ്റി മൂവ്മെൻറ്റ് ഇല്ല. അപ്പോൾ സെൻസസിന് ഈസിയായിട്ട് SLക്ക് പോവുക. ആ സിനാരി അവിടെ കണ്ടേക്കണം കേട്ടോ. അത് ഞാൻ ഓൾറെഡി അത് ആക്റ്റീവ് ആയപ്പോൾ തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു റിസ്ക് എൻട്രി ആണെന്നൊക്കെ ഉണ്ടായിരുന്നു. എക്സിറ്റ് അടിക്കാൻ പോകണ്ടായിരുന്നു ഞാൻ. അത് SL പോയാലും കുഴപ്പമില്ല. ഞാൻ എക്സിറ്റ് അടിച്ചോണ്ടെങ്കിൽ അങ്ങനെ നല്ലതാണ്. 3 മിനിറ്റ് ടൈം വേണ്ടിയുണ്ട്. ഇതൊക്കെ ചിന്തിച്ച് ചെയ്യാനുള്ള ടൈം അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനത്തെ മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ, ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവില്ല. അവർ നിഫ്റ്റി മാത്രമാണ് കാണുന്നത്. നിഫ്റ്റിയിൽ അവരുടെ കണ്ണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് നമ്മൾ പെട്ടെന്നൊരു 10 ക്യാൻഡിൽ എക്സിറ്റും ഇത് നന്നായിട്ട് കയറിപ്പോയത് മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ മൈൻഡിൽ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് സെൻസസിലൊക്കെ. സെൻസസിൽ എൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ. സെൻസസിലത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഞാൻ പിന്നെ പേഴ്സണലി പറയണില്ലെന്ന് മാത്രം. ഇതൊക്കെയും ഞാൻ സെപ്പറേറ്റ് ആക്റ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ലേ. പിന്നെ ആക്റ്റീവ് എന്ന് പറയാണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഹൈയിലാണ് ക്ലോസിങ് കണ്ടോ. 537 എൻട്രി, 580 ക്ലോസിങ്. അപ്പോൾ പിന്നെ ഞാനത് ശ്രദ്ധിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് കാര്യം. 5 മിനിറ്റിൽ ഇങ്ങോട്ട് ലിമിറ്റിൽ വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. ഇത് ലിമിറ്റിക്ക് വന്നിട്ടില്ലേ. അപ്പോൾ നമുക്കിത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വെച്ചിട്ടാണ്. ഇത് ഫുൾ ടാർഗറ്റ് പോയിട്ട് ട്രേഡാണ് കണ്ടില്ലേ. 722 വരെയൊക്കെ പോയിട്ട് ട്രേഡാണ്. പക്ഷെ കുഴപ്പമില്ല, അത് കിട്ടിയില്ല എന്ന് തന്നെ വയ്ക്കാം, പ്രശ്നമില്ല. പിന്നെ ഉണ്ടായിരുന്ന 25-250 2 ട്രേഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ട്രേഡും കോസ്റ്റാണ്. ഇനിയിപ്പോൾ അവിടെ വരികയാണെങ്കിൽ ചെറിയ SL വരുള്ളൂ. 2 രൂപ 3 രൂപയൊക്കെ SL വരാൻ സാധ്യതയുള്ളൂ. 10 ക്യാൻഡിൽ എക്സിറ്റ് അടിക്കാൻ പറഞ്ഞാൽ എക്സിറ്റ് അടിക്കാത്തുള്ളൂ കാര്യം. 10 ക്യാൻഡിൽ മിനിമം പ്രോഫിറ്റ് വന്നാൽ മിനിമത്തിൻ്റെ മുകളിൽ വന്നാലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അത് ചിന്തിക്കുക അതൊക്കെ. പിന്നെ ഇത് PSR ഞാൻ റിസ്ക്കാണ് പറഞ്ഞത് കേട്ടോ. റിസ്കിൻ്റെ എന്ന് പറഞ്ഞത് നമുക്കിത് SL ഒന്നും പോയിട്ടില്ല. കറക്റ്റ് 10 പോയിന്റ് നിന്നിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ 10 മിനിറ്റിൽ നമുക്കിത് SL പോകും. SL പോകുമെന്ന് പറഞ്ഞാൽ ഒരു 3, 4, 5, 6 രൂപയ്ക്ക് വ്യത്യാസങ്ങൾ നമുക്ക് SLക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഈ ട്രേഡിൽ. അത് റിട്ടേൺ കയറി പോകുമ്പോൾ റീ എൻട്രി എന്ന് പറഞ്ഞ രീതിക്ക് ഈ ട്രേഡ് കൊടുക്കുക. അത് 38 പോയിന്റ് പോയിട്ടുണ്ട്. ഈസിയാണ്. ഇതൊക്കെ വൺ വേയിൽ പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ നോക്കിയിരിക്കണം എന്ന് മാത്രം. ചാർട്ട് നോക്കിയിരുന്നാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നടന്നേക്കണത്. ടോട്ടൽ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. കിട്ടണ ഏതെങ്കിലും ഞാൻ പറയണത് നിങ്ങൾ ഏത് ഇൻഫ്ലുവൻസിൻ്റെ അടുത്ത് പോയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടുപിടിച്ച് തരാൻ പറ്റുന്നുണ്ടോ ഫസ്റ്റ് ചിന്തിക്കുക. എത്ര ക്യാൻഡിലിൽ ഇറങ്ങാൻ പറ്റും, എവിടെയാണ് സേഫ്റ്റി പോയിന്റ് നിങ്ങളെന്ന് ചിന്തിക്കുക. പിന്നെ ടാർഗറ്റ് ഫിക്സഡ് ആയിട്ടുണ്ടോ, അതൊരു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ടോപ്പിക്ക്. ബേസിക് ഞാൻ എന്തായാലും ഇത്രയും കാര്യങ്ങളിലൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എക്സിറ്റ് അടിക്കാൻ 10 മിനിറ്റ് ഞാൻ ടൈം വരുന്നുണ്ട്. ട്രേഡ് എടുക്കാൻ 5 മിനിറ്റോണ് നമുക്ക് ട്രേഡ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഇത്തിരി ഹൈയിലാണ് ക്ലോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. റെഡ് ക്യാനിൽ മുകളിലാണ് ക്ലോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ലിമിറ്റൊന്നും എടുക്കാമെന്നാണ് ഞാൻ പറയണത്. അപ്പം അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ട്രേഡ് എടുക്കേണ്ട പ്രൈസ് ഏതാണ് അത് ഞാൻ അവിടെ തരുന്നുണ്ട്. SL എത്രയാണ്? 10 പോയിന്റാണ് നിഫ്റ്റിയിൽ SL. ഫ്രീ ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. പെയ്ഡ് ഗ്രൂപ്പിന് ഞാൻ പറയണില്ല, അവർക്ക് അറിയാൻ SL എത്രയാണ്. അപ്പോൾ ഫ്രീ ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. പുതുകാരൻ ആൾക്കാർ കേൾക്കുക വൃത്തിക്ക്. 10 പോയിന്റാണ് SL ഇടുന്നത് നിഫ്റ്റിയിൽ. അതിൻ്റെ 1 രൂപ കൂടുതൽ ഓർക്കേണ്ട ആവശ്യമില്ല. നിഫ്റ്റിയിൽ 50 പോയിന്റ് ടാർഗറ്റ്. 50 പോയിന്റ് എല്ലാ ട്രേഡും കിട്ടണം നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല, കിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുക കറക്റ്റായിട്ട്. അതിൻ്റെ ഉള്ളത്തെ റിയാലിറ്റി ഇത് 50 പോയിന്റ് എല്ലാ ട്രേഡൊന്നും കിട്ടില്ല. പക്ഷെ 10 മിനിറ്റിൽ നിങ്ങൾക്ക് വരുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാം. അത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓഫറാന്ന് കൂട്ടിക്കോ. 10 മിനിറ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നിരിക്കും. പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാം. അപ്പോഴും നിങ്ങൾക്ക് ചെറിയ ഈ 10 പോയിന്റ് SL കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരില്ല. SL അടിച്ച് പോകുന്ന ട്രേഡുകൾ ഉണ്ടാവും കേട്ടോ. അതല്ലാണ്ട് നമ്മൾ അതിൻ്റെ സ്ട്രഗ്ലിങ് കാണുന്ന സമയത്ത് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെയും പുതിയ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഇത്രയൊക്കെ ഈസി ആക്കിയിട്ട് കൊണ്ടുവന്നാലാണ് കാര്യമുള്ളൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത്ര ഈസി ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്യാൻവാസിങ് പോലത്തെ പരിപാടിയല്ല. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഇതൊരിക്കലും ഒരു ക്യാൻവാസിങ് അല്ല. ഇങ്ങനെയാണ് ട്രേഡ് ചെയ്ത് പോകേണ്ടത്.
നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ട്രേഡ് ചെയ്ത് പോകണം. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര നേരമാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ടൊക്കെ ട്രേഡിങ്ങിന് ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കാണിച്ചു തരാം. പി ട്രേഡ് 2550C ഇവിടുന്ന് ട്രേഡ് എടുത്ത് ഇത്രയും വലിയ മൂവ്മെൻറ്റ് കിട്ടി, നമുക്ക് 10 പോയിന്റോ 11 പോയിന്റോ എസ്സിൽ ഇട്ടാലും ഈ ഇത്രയും പോയിന്റ് നമുക്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും, മനസ്സിലായില്ലേ? പക്ഷേ ഈ പോയിന്റ് നമുക്ക് ഈസിയായിട്ട് കിട്ടണം. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതാണ് 10 മിനിറ്റ് കൊണ്ട് കിട്ടണം എന്ന് പറയുന്നത്. 50 പോയിന്റ് അല്ല ഈ 10 മിനിറ്റ് കൊണ്ട് കിട്ടണം എന്ന് പറയുന്നത് കേട്ടോ. ഒരു 20-30 പോയിന്റ് ആയാലും 10 മിനിറ്റ് കൊണ്ട് കിട്ടണം. അവിടേക്കാണ് നിങ്ങൾക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ട്രേഡിങ് ഇരിക്കണത്, മനസ്സിലായില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എനിക്ക് DM ചെയ്ത് ചോദിച്ചാൽ മതി. ബേസിക്കലി നമ്മളോട് സജഷൻസ് മാത്രമേ ചെയ്യണുള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി കേട്ടോ. നമ്മൾ സജഷൻസ് മാത്രമേ ചെയ്യണുള്ളൂ. നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് ഞാൻ തരുന്ന പർട്ടിക്കുലർ ട്രേഡ്സ് എടുത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ട്രസ്റ്റ്, മനസ്സിലായല്ലേ? അതാണ് ഞാൻ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് വേറെ ട്രസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെനിക്കറിയാം, ഒരു ട്രേഡർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രോഫിറ്റ് ഇല്ല, പ്രോഫിറ്റ് വരാത്ത ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവുന്ന ട്രസ്റ്റാണ്. അങ്ങനത്തെ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ആവണില്ലെങ്കിൽ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്യണ്ട, എൻ്റെ ഒപ്പം തുടർന്ന് പോകേണ്ട കാര്യങ്ങളില്ല. അത്രയോളം ഞാൻ പറയണത്. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. പെയ്ഡിലാണെങ്കിലും എവിടെയാണെങ്കിലും, എൻ്റേന്നല്ല ആരുടേതാണെങ്കിലും. അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ വ്യാഴാഴ്ചയാണ്, അപ്പോൾ നല്ല ട്രേഡുകൾ കിട്ടട്ടെ. എക്സ്പയറി ഡേ ആണ്, വീക്കിലി എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ. അപ്പോൾ നിങ്ങൾ SL ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇന്നും കുറേ ആൾക്കാർ SL മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ട്രേഡ് ചെയ്തേക്കണത്. മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10 പോയിന്റ് SL കറക്റ്റ് ഇടുന്നത്, നിങ്ങൾ എവിടെ നിന്ന് ട്രേഡ് എടുത്താലും 10 പോയിന്റ് SL കറക്റ്റ് ഇടുന്നില്ല. ഇടാണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ആ നേരം കൂടി കളഞ്ഞിട്ട് ബാക്കിയും കൂടി SL പിടിക്കാനാണ് നിങ്ങൾ നോക്കണത്. അങ്ങനെ ചെയ്തിട്ട് എന്താ ഉപയോഗം എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ഫിക്സഡായ SL നിങ്ങൾ മനസ്സിൽ കാണുക, അവിടെ എത്തുമ്പോൾ കട്ട് ചെയ്ത് ഇറങ്ങുക. അല്ലാണ്ട് അവിടെ എത്തിയ ശേഷം വേറൊരു മെൻറ്ററോ എന്നോട് അല്ലെങ്കിൽ വേറൊരാളോടോ നിങ്ങൾ ചോദിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് എക്സിറ്റ് അടിക്കുക എന്നുള്ള ലെവലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലേ പോകുള്ളൂ. അത് ഫസ്റ്റ് ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.